പുതുപ്പള്ളി പയ്യപ്പാടി സ്വദേശികളായ അനുവിന്റെയും മീനുവിന്റെയും മകനാണ് ജോർദാൻ. പതിവ് പോലെ സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ ജോർദാൻ വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പിതാവ് അനുവിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുന്നത്. വിളികേട്ട് ജോർദാൻ ഓടി വന്നപ്പോഴേക്കും അനു ബോധരഹിതനായിരുന്നു. അവന് ഞാനിവിടെ കടന്നു, പക്ഷെ അവനവിടെ നിന്ന് കഴിച്ചോണ്ടിരുന്നു. ഞാനവിടെ കടന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ബോധമെല്ലാം അങ്ങ് മറഞ്ഞു പോയി. പിന്നെ വിളിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ മറഞ്ഞു പോകുന്നത് ഇപ്പം കാണുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പേ എന്ത് പറ്റി എന്ന് എന്നെ 2 പ്രാവശ്യം ഞാൻ ചോദിക്കുന്നു. അത് ഞാൻ കേൾക്കുന്നുണ്ട്. അത് മാത്രമേ ഓർക്കുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ഓർക്കുന്നൊന്നുമില്ല. പിന്നെ ആംബുലൻസ് കെട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് ചെറിയൊരു ബോധം വരുന്നത്. ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് അനുവിന്റെ മുഖത്ത് തളിച്ചതും തുണി കൊണ്ട് ദേഹം തുടച്ചതും സമീപത്തെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞതും ഈ 5 വയസ്സുകാരൻ തന്നെ. അപ്പയ്ക്ക് തല ഇറങ്ങണം. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കസേരയും വിട്ട് കുറ്റി തുറന്നിട്ട് അപ്പച്ചനെയും ആ ചേച്ചിനെയും വിളിച്ച് ആംബുലൻസിനെ വിളിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയി. അറിയത്തില്ല. വീട്ടിലുള്ള പ്രായമായവരെ പരിചരിക്കുന്നത് കണ്ടിട്ടാകും മകന്റെ ഈ അനുകരണമെന്ന് അമ്മ മീനു. സത്യം പറഞ്ഞാൽ വയ്യാഴിക വന്നതിലൊരു സങ്കടമുണ്ട്. എന്ന് പറഞ്ഞാലും അതിന് ഇപ്പറ വശത്ത് കൊച്ച് അത് സ്പോട്ടിൽ തന്നെ എല്ലാം തക്കയോജ്യം പോലെ എല്ലാം ചെയ്തു എന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര പ്രൗഡായി. പിതാവിന്റെ ജീവൻ രക്ഷിച്ച ഈ 5 വയസ്സുകാരന് അഭിനന്ദനവുമായി നാടും രംഗത്തെത്തി. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോ ജസ്റ്റിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഷിനോജെ, 5 വയസ്സ് മാത്രം പ്രായമുള്ളൂ ജോക്കുട്ടൻ അല്ലേ? ചിലപ്പോ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ സൈഡിൽ ഇരുന്നൊരു പക്ഷേ കരഞ്ഞു പോവുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ എന്തോ അവന് ചില കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അവനെ കൊണ്ട് പറ്റുന്ന തരത്തിലെല്ലാം ചെയ്ത് അവൻ രക്ഷിച്ചത് സ്വന്തം അച്ഛന്റെ ജീവനാണ്. തീർച്ചയായും പൂജ, കാരണം നമ്മൾ ഈ ആദ്യം ഈ ജോർദാന്റെ കഥ അറിയുന്ന സമയത്ത് നമുക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? കാരണം ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടുവന്ന് ആദ്യം അച്ഛനെ മുഖത്ത് കളിക്കുന്നു, തോർത്ത് ഉപയോഗിച്ച് തുടച്ചു കൊടുക്കുന്നു. അതിനുശേഷം കഥവ് തുറന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി, 2 വീട്ടിലും പോയി കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. ഇത്ര പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാനൊക്കെ തന്നെ പറയുന്നു. അങ്ങനെ ഒരു 5 വയസ്സുള്ള ഒരു പയ്യൻ ഇത്തരത്തിൽ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തി അവനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്. കാരണം അവൻ്റെ അമ്മ നേരത്തെ നേഴ്സായിരുന്നു. അങ്ങനെ അമ്മ തന്നെ ഇതിങ്ങനെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ ഈ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ പരിചരിക്കുന്നതൊക്കെ കണ്ടാണ് ഇത്തരത്തിൽ മകൻ ഇങ്ങനെ ഒരു ഇത്തരത്തിൽ അനുകരണശീലമൊക്കെ കിട്ടിയതെന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും ജോക്കുട്ടൻ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലൊരു ആക്ഷൻ അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഇത്തരത്തിൽ അസ്വസ്ഥമായി ദേഹമൊക്കെ തളർന്ന് ഈ പിതാവ് അനു തളർന്ന് വീഴുന്നു. ആ സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ 5 വയസ്സുള്ള മകൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അപ്പുറത്തൊക്കെ വീട്ടിൽ പോയി പറയുന്നതും ആംബുലൻസ് വിളിക്കാൻ ചെയ്യുന്നതൊക്കെ. അങ്ങനെ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നു. ചെയ്യാനുള്ള ആശുപത്രിയിലെ ഡോക്ടർ തന്നെ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചു എന്നതാണ് അവർ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സ്വന്തം പിതാവിൻ്റെ ജീവനാണ് ഈ ഒരു 5 വയസ്സുകാരൻ അവൻ്റെ പെട്ടെന്നുള്ള ഒരു അനുകരണശീലം ഒക്കെ കൊണ്ട് ഈ ചെയ്തതെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നാട്ടിലും വീട്ടിലുമൊക്കെ ഇപ്പോൾ ആശാൻ ഹീറോയാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു മെഡലൊക്കെ കൊടുത്തു. നാട്ടുകാർ ചേർന്ന ഒരു അനുമോദനമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നാട്ടിലും വീട്ടിലുമൊക്കെ ഇപ്പോൾ ജോക്കുട്ടൻ ഹീറോയാണ്. എന്തായാലും ഇത്തരത്തിൽ, കാരണം ഇങ്ങനെ അനുകരണശീലമൊക്കെ നമ്മുടെ കുട്ടികളിലൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അവർ തന്നെ പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ കൊച്ചുപിള്ള, പ്രത്യേകിച്ച് ഈ പ്രായമായ ആൾക്കാരെ പരിചരിക്കുന്നത് കണ്ടിട്ടാണ് ഇത്തരത്തിലൊരു ശീലം അവനുണ്ടായതെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ പലര് അമ്മമാരെയൊക്കെ തന്നെ പ്രായമായ ആളുകളെയൊക്കെ തന്നെ വൃദ്ധസാധനത്തിലൊക്കെ കൊണ്ട് ആക്കുന്ന ഒരു രീതിയൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ മാറി ഇത്തരത്തിൽ പ്രായമായ ആൾക്കാർ, ഒരുപക്ഷെ ഈ അനുവിൻ്റെ ഈ പ്രായമായ ആൾക്കാർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അനുവിൻ്റെ ജീവൻ തന്നെ ഇപ്പോൾ നമുക്ക് ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരുപക്ഷെ ഈ അച്ഛനും അമ്മയും പ്രായമായ ആൾക്കാരെ പരിചരിക്കുന്നത് കണ്ടിട്ടാണ് ഈ 5 വയസ്സുകാരൻ ഇതൊക്കെ കണ്ടുപഠിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വേഗം അങ്ങ് പഠിച്ചെടുക്കുമെന്ന്. അങ്ങനെ തന്നെ കണ്ടുപഠിച്ചതായിരിക്കും അവനല്ലേ. മാത്രമല്ല വീട്ടില് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ മക്കളെക്കാട്ടിലും അവരുമായിട്ട് കൂട്ടും ഈ കൊച്ചുമക്കൾക്കായിരിക്കും. അങ്ങനെ ആയിരിക്കും അവരുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ അടുത്തൊക്കെ ഇടപഴകി അവന് കാര്യങ്ങളെല്ലാം മനസ്സിലായ. എന്തായാലും കുഞ്ഞു മോൻ അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്വന്തം അച്ഛന്റെ ജീവനാണ് രക്ഷിച്ചത്.